കമ്പയർ ചെയ്യുന്ന ലൈക്ക് ഒരു മേജർ ആയിട്ട് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ മാനിപ്പുലേറ്റീവ് ഡ്രിവൺ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അതായത് ഇപ്പം ന്യൂ ജനറേഷൻ, അതിനകത്തേക്ക് എല്ലാവരെയും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ജിയാദ് പറഞ്ഞ പോലെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് അത് കുഴപ്പമില്ലായിരിക്കും. അവർ ഈ പ്രഷേഴ്സിനകത്ത് അടിമപ്പെടില്ല. കാര്യം നമ്മുടെ എതിരെയുള്ള പാർട്ട്ണറിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അവർ തമ്മിൽ എങ്ങനെയാണ് ആ സ്നേഹം പങ്കിടുന്നത്. ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്. ഒരു അഭിപ്രായം പറഞ്ഞില്ല, കുട്ടികളിരുന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഇവര് പറയുന്നതൊക്കെ ഏതാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ് കമേഴ്സ്യലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് കമേഴ്സ്യലൈസേഷന്റെ പരിധികളില്ല. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കൂ ആ തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്നവരാണ് പൊതുസമൂഹത്തിലുള്ളവർ. കാരണം ഇപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേരത്തെ 90കളിലെ ഈ പള്ളി വന്ന 86-ലാണ് കേട്ടോ, 86-ലാണ്. ആ സമയത്ത് ഒരു 85 തുടങ്ങിയിട്ട് ഇത് മെല്ലെ തുടങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത് 95-ന് ശേഷമാണ്, ഏകദേശം 2000-ന് ശേഷമാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് വലിയ ആഘോഷത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രശ്നമുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഇതിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ പ്രശ്നമാണത്. അല്ല, അങ്ങ് കാണുന്ന ഒരു അപകടം എന്താ ഇതിനകത്ത്? കേരളത്തിന്റെ വലിയ അപകടം വരുന്നത് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ യുവാക്കളാണ്. കേരളത്തിൽ യുവാക്കൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. 50 ലക്ഷം വരുന്ന യുവാക്കളാണ് കേരളത്തിൽ പുറത്തു പോയിട്ടുള്ളത്. ഇതിന് കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക പരാധീനതയാണ്, സാംസ്കാരികപരമായിരിക്കുന്ന അധപ്പതനമാണ്, കേരളത്തിൽ ഇത്തരത്തിന് ചില തെറ്റായിട്ടുള്ള ഇൻറ്റൻഷൻസ് കൊണ്ടുവരലാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഈ നമ്പർ നാളെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല, കൂടാൻ വളരെ സാധ്യത കൂടുതലുണ്ട്. ഈ ദിവസത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാക്കാം. അപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു അറിവാണ്, അതായത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി ഈ വാലന്റൈൻസ് ഡേ ദിനത്തില് അവര് സാധന സാമഗ്രികൾ കളക്ട് ചെയ്യും. അതായത് ഒരു ചെറിയ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അത് കളക്ട് ചെയ്യും. എന്തിനെന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് അത് ഗുണകരമായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ such days could be utilized for the welfare of the community. അത് യുവാക്കൾക്ക് അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ മറ്റ് ഒരു മാസ് രീതിയിലുള്ള പ്രഷേഴ്സിൽ അടിമപ്പെടാതെ നമുക്ക് എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം. സാർ പറഞ്ഞു പണ്ട് കാലങ്ങളിലും ഒന്നും ഇത് അങ്ങനെ പ്രചാരണത്തിൽ ഇല്ലായിരുന്നു. പിന്നീട് 2000 ആ ഒരു വർഷങ്ങൾ, പക്ഷെ ഓരോ കാലഘട്ടത്തിലും അത് ആഘോഷിച്ച രീതി വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ആളുകൾ അത് മെറ്റീരിയലൈസ് ചെയ്യുന്നു. അതായത് ഇപ്പം ഡയറി മിൽക്ക് പോലെയുള്ള കമ്പനീസ് ചില ആളുകളുടെ ആക്ട് ഓഫ് ലവ് അവർ പ്രകടിപ്പിക്കുന്ന ചിലപ്പോൾ ഒരു പൂവിലൂടെ ആയിരിക്കാം, ചില ആളുകൾ അത് സിമ്പിൾ ആയിട്ടൊരു കത്തിലൂടെ ആയിരിക്കാം, ചില ആൾക്കാർ അത് വാക്കുകളിലൂടെ ആയിരിക്കാം. സോ ഈ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സബ്ജക്റ്റീവ്. നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. എനിക്ക് എൻ്റെ പാർട്ട്ണർക്ക് ഒരു പൂ കൊടുത്താൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാവും, എൻ്റെ പ്രണയം മനസ്സിലാവുമെങ്കിൽ എനിക്ക് ആ പൂവിൽ അത് ഒതുക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.